നമസ്കാരം. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയെ പരിഹസിച്ചുകൊണ്ട് മതേതര കോൺഗ്രസിന്റെ നാഷണൽ പ്രസിഡന്റ് ശ്രീമാൻ മല്ലികാർജുന ഖാർഗെ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഗംഗയിൽ മുങ്ങിയാൽ ദാരിദ്ര്യം മാറില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വിഷമമുണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി 10-60 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് ഇന്ത്യയിലെ എല്ലാ ആൾക്കാരെയും അതിസമ്പന്നരാക്കിയിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ വീണ്ടും ദാരിദ്ര്യമൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് ചെറിയ വിഷമമുണ്ടാവും. അപ്പോൾ എന്തായാലും കുംഭമേളയിൽ പങ്കെടുത്ത ഒരാൾ എന്നുള്ള നിലയ്ക്കും മല്ലികാർജുന ഖാർഗെക്കും കോൺഗ്രസുകാർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയ ചില കണക്കുകൾ സൂചിപ്പിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ധാരാളമായിട്ട് അവിടെ സ്നാനത്തിനോടൊപ്പം തന്നെ പൂക്കൾ സമർപ്പിക്കുന്ന ഒരു ആചാരമുണ്ട്. 20 രൂപയാണ് ഒരു പൂവിന്റെ ഡബ്ബയ്ക്ക് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 30 കോടി ആൾക്കാർ, എല്ലാവരും ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 30 കോടി ആൾക്കാർ ഇത്തരത്തിൽ പൂവ് മേടിച്ച് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഏകദേശം 600 കോടി രൂപയാണ് അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരാണ് ഇത് വിൽപ്പന നടത്തുന്നത്, അവരുടെ കീശയിലേക്ക് എത്തുന്നത്. ഇനി നമ്മൾ അവിടെ ചെന്ന് സ്നാനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും നെറ്റിയിൽ ഇങ്ങനെ ചന്ദനമൊക്കെ തേച്ച് അതിൽ തൃശൂലമോ ശ്രീറാം എന്നൊക്കെ എഴുതുന്ന അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 10 രൂപയാണ് അതിന്റെ ചാർജ്. ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഒരു 30 കോടി ആൾക്കാർ 10 രൂപ കൊടുത്തിട്ട് ഇങ്ങനെ കുറി തൊട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ ഏകദേശം 300 കോടി രൂപയാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ഇങ്ങനത്തെ വെൻഡേഴ്സിന്റെ കീശയിലേക്ക് വരുന്നത്. ഇനി സ്നാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗംഗാജലം വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു പതിവാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു 30 കോടി ആൾക്കാർ, ഞാൻ 45 കോടി ആളുകൾ വരുന്നതിൽ എല്ലാവരും ചെയ്യുമെന്ന് പറയുന്നില്ല, ഒരു 30 കോടി ആൾക്കാർ ഒരു 30 രൂപ കൊടുത്തിട്ട് ഡബ്ബ വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഏകദേശം ഒരു 900 കോടി രൂപയാണ് ഈ സാധാരണ ആൾക്കാരുടെ കീശയിലേക്ക് വരുന്നത്. ഇനി സ്ട്രീറ്റ് ഫുഡ്, അതുപോലെ തന്നെ മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള മാല, വള, കമ്മല്, പൊരി, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒരു 50 രൂപ പെർ ഹെഡ്, ഒരു 50 രൂപ അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു 1500 കോടി രൂപയാണ് ഈ പറയുന്ന ആളുകളുടെ കീശയിലേക്ക്, സാധാരണക്കാരുടെ കീശയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇനി സെക്ടർ 1 മുതൽ 25 വരെയുള്ള ഏരിയയിൽ കൂടുതലായിട്ടും ഓട്ടോറിക്ഷയാണ് നമുക്ക് മറ്റേ ഡിപ്പെൻഡ് ചെയ്യാവുന്ന വാഹനം, അല്ലെങ്കിൽ പിന്നെ നടക്കണം. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ഓട്ടോറിക്ഷ വിളിച്ചു എന്ന് വരില്ല, പക്ഷെ ഒരു 30 കോടി ആൾക്കാർ 100 രൂപയ്ക്കാണ് ഓട്ടോറിക്ഷയ്ക്ക് വരിക. ഒരു 30 കോടി ആൾക്കാർ ഒരു 25 രൂപ വെച്ചിട്ട് ഓട്ടോറിക്ഷയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. നോക്കൂ, 750 കോടി രൂപയാണ് ഈ സാധാരണക്കാരുടെ കീശയിലേക്ക് വരുന്നത്. ഇനി ഇതുകൂടാതെ അവിടെ അമ്പലത്തിന്റെ മുമ്പിൽ ചെരുപ്പ് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, ബോട്ട് സർവീസ് നടത്തുന്ന ആൾക്കാരുണ്ട്, കോട്ടേജുകളുണ്ട്, ടെന്റ് സിറ്റിയിലെ ടെന്റുകളുടെ വരുമാനമുണ്ട്. അങ്ങനെ 6100 കോടി രൂപ UP ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ ആ UP എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒഴുകിയെത്താൻ പോകുന്നത് 2 ലക്ഷം കോടി രൂപയുടെ റവന്യൂ ആണെന്ന് ഞാനല്ല പറഞ്ഞത്, ഇക്കണോമിക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ അതിഗംഭീരമായിട്ട് ഈ പറയുന്ന കുംഭമേള നടത്തുന്നത് കാണുമ്പോൾ, യോഗ്യം നടത്തുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ കണ്ണുകടിയും കുരുപൊട്ടലൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണെന്നേ. പിന്നെ ചിലപ്പോൾ വയസ്സൊക്കെ ആയില്ലേ, ചെറിയ ചിഹ്നന്റെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ തായ്ലൻഡിലേക്കും പട്ടായയിലേക്കും ടൂർ പോകുന്ന ആളല്ലേ, ഇവിടെ ഇത്രയും വലിയ സംഭവം നടക്കല്ലേ, അദ്ദേഹത്തിനോടൊന്ന് പോയി നോക്കി അവിടെ എന്താണ് സംഭവം എന്നുള്ളതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറയുന്നേ. വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ ഡൽഹിയിൽ മറ്റേ വിടുവായത്തരം പറഞ്ഞുകൊണ്ട്. അപ്പോ അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ പട്ടായയും ഫിലിപ്പൈൻസ് ഒക്കെ പറ്റുള്ളൂ. ഇവിടെ ചെന്നാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പ്രോപ്പറായിട്ട് നടക്കില്ലല്ലോ. അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്തായാലും ഒന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിടാൻ നോക്കൂ. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഇനി ഇത് ഇപ്പൊ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ അങ്ങ് പറഞ്ഞത് ഗംഗയിൽ മുങ്ങിയാൽ ദാരിദ്ര്യം മാറില്ല. ഗംഗ നിങ്ങളുടെ പാർട്ടി ഇന്ത്യയില് നിർമ്മാർജ്ജനം ചെയ്തതിനേക്കാൾ കൂടുതൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ ഗംഗയുടെ തീരത്തുള്ള എത്രയോ സ്ഥലത്ത് എത്രയോ ടൂറിസ്റ്റുകൾ, എത്രയോ സ്പിരിച്വൽ ആയിട്ടുള്ള താല്പര്യമുള്ള റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ദിനം പ്രതി വന്നു പോകുന്നു. ഇപ്പൊ കാശി ആയിക്കോട്ടെ, പ്രയാഗ് ആയിക്കോട്ടെ, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദേവപ്രയാഗ് ആയിക്കോട്ടെ, ഹരിദ്വാർ ആയിക്കോട്ടെ, അങ്ങനെ എത്രയോ സ്ഥലങ്ങള്, പുണ്യസ്ഥലങ്ങള്. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്ന കോടാനുകൂടി ആൾക്കാർ അവിടുത്തെ ഇക്കോണമിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇക്കോണമിയിലേക്ക് പമ്പ് ചെയ്ത കാശിന്റെ കണക്കെടുത്ത് നോക്കിയാലുണ്ടല്ലോ മിസ്റ്റർ ഖാർഗെ, നിങ്ങൾ ഈ രാജ്യം ഭരിച്ചിട്ട് ഈ രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തതിന്റെ 10 മടങ്ങ് ഒരു പക്ഷെ ഗംഗ ഈ കാലഘട്ടത്തില് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് മറ്റേ പങ്കുവഹിച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരം കണക്കുകളിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും ഇപ്പൊ കടക്കുന്നില്ല. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കാർക്കും ഒരു ഫെയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഗംഗ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക തന്നെ ചെയ്യുന്നുണ്ട്. താങ്ക് യു.